അങ്ങനെ ഫിഷ് റൗണ്ടിലെ വിശേഷങ്ങൾ കാണാൻ സമയമാകുന്നു. കാര്യം നമ്മളുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി പച്ചമീനും ഫിഷി റൗണ്ട് പച്ചമീനും ഉണക്കമീനും രണ്ടും ഉപയോഗിച്ചിട്ട് വ്യത്യസ്തമായ വിഭവങ്ങൾ തയ്യാറാക്കി. അപ്പോൾ ഇനി ആ കാഴ്ചകളൊക്കെ കണ്ടേ ഓരോരുത്തരായിട്ട് വിളിക്കാം, അവരുടെ വിഭവങ്ങൾ സ്വാദ് നോക്കാം, അവരുടെ ഏത് രീതിയിലാണ് തയ്യാറാക്കിയതെന്ന് കാണാം. അപ്പോൾ ആദ്യം ആരെയും വിളിക്കാം? സ്മിത. ഓക്കെ, സ്മിത വരും. സ്മിത 2 ഐറ്റം അല്ലേ? ഉണക്കമീൻ്റെ ഒരു ഐറ്റം, ഫിഷ് മോളിയാണോ അല്ലെങ്കിൽ ഫിഷ് സ്റ്റൂ ആണോ? ഏതാണ്? ഫിഷ് മോളിയാണ്. ഓക്കെ, വേറെ സ്റ്റൈലിലാണ് ചെയ്തത് അല്ലേ? എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡല്ല. ടൊമാറ്റോ ഇട്ടില്ല, പുളി തന്നെ ഇട്ട്. പുളിയാണ് ടൊമാറ്റോ, ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. കൊച്ചുള്ളി ഇട്ട്. ഓക്കെ, കണ്ടു നോക്കട്ടെ അല്ലേ? ഓക്കെ, സ്മിത എങ്ങനെയാണ് ഈ 2 വിഭവങ്ങളും തയ്യാറാക്കിയത് നോക്കാം. ഒരു നെമ്മീൻ കൊണ്ടുള്ളൊരു ഫിഷ് മോളി, പിന്നെ ഉണക്കമീൻ ചമ്മന്തി. ഇന്ന് ഞങ്ങളുടെ ഈ റൗണ്ടിൽ ഞങ്ങൾക്ക് തന്നേക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഫിഷാണ്. അത് ഉണക്കമീനുണ്ട്, പച്ചമീനുണ്ട്. പച്ചമീൻ ഇട്ട് ഞാനാണെങ്കിൽ ഒരു ഫിഷ് മോളി ഉണ്ടാക്കാവുന്ന, പിന്നെ ഉണക്കമീൻ ഇട്ടാണെങ്കിൽ ഞാനൊരു ഷാഹി പേസ്റ്റ്, ഒരു എല്ലാം കൂടെ സവാള എല്ലാം കൂടെ അരച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ഫിഷ് കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്തിരിക്കുന്ന ഫിഷ് നമുക്കൊന്ന് ഇച്ചിരി ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഫിഷ് മോളിക്കാണെങ്കിൽ നമ്മളിത് ലൈറ്റായിട്ടൊന്നൊന്ന് വറുത്ത് വെക്കും, കാരണം കഷ്ണം പൊടിയാതിരിക്കാൻ വേണ്ടിയാണ്. മാരിനേഷൻ കഴിഞ്ഞ് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് ഗ്രേവിക്കുള്ളത് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ്. തേങ്ങാപ്പാൽ കിടന്നാണ് ഈ മീൻ വേവുന്നത്, അപ്പം നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. തലപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇത് ഒപ്പം 1-ാം പാലാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ബാക്കി ഇതുകൊണ്ടാണ് നമ്മൾ 2-ാം പാൽ എടുക്കുന്നത്. 2-ാം പാലിൽ കിടന്നാണ് നമ്മൾ മീൻ വേവിക്കുന്നത്. ഇത് ഞാൻ ഇത്രയും കഷ്ണം മീന് ഒരു തേങ്ങ എടുത്തേക്കുന്നത്. ഇത് 2-ാം പാലാണ്. ഈ 2 പാൽ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ കറിക്കുള്ള പ്രോസസ്സ് തുടങ്ങാം. നമുക്ക് കറിക്ക് ആവശ്യമുള്ള കൊച്ചുള്ളിയൊക്കെ എടുത്ത് വെക്കാം. നമ്മൾ സ്റ്റൂവിനുള്ള മസാലയാണ്, ഫിഷ് മോളിക്കുള്ള മസാലയാണെങ്കിൽ നമ്മൾ മിക്സിയിലാണ് അരയ്ക്കുന്നത്. അതായത് ഇച്ചിരി വെളുത്തുള്ളിയും മല്ലിപ്പൊടിയും കൂടെ ഇച്ചിരി ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കും. അതിലാണ് നമ്മൾ ഈ കറിയിലോട്ട്, അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ മസാല ഇതിനകത്ത് ഇടാറില്ല. ഇത് അരിയുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ആ മീൻ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. പാൻ ചൂട്, നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് മീനിടാം. ഇപ്പം മീൻ ഒരു സൈഡ് മോരും ഞാനിപ്പോൾ തിരിച്ചിട്ടു. അപ്പോൾ മസാലയ്ക്കുള്ളതെല്ലാം റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി മീനും കൂടെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് മസാലയ്ക്കുള്ളത് തുടങ്ങാം. മസാല കരയ്ക്കാൻ വേണ്ടി നമ്മൾ ഇടുന്നത് ഇച്ചിരി വെളുത്തുള്ളി, കൊച്ചുള്ളി, മല്ലിപ്പൊടി. മീൻ മൊരിഞ്ഞോ നമുക്ക് നോക്കാം. മീൻ മൊരിയണ്ട, ആക്ച്വലി ലൈറ്റ്ലി ഒന്ന് ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് മയതങ്ങ് തീ ഓഫ് ചെയ്യാം. നമുക്ക് മുമ്പേ തയ്യാറാക്കി വെച്ച് ഇച്ചിരി തലപ്പാലും 2-ാം പാലും കൂടെ ചേർത്ത് അരയ്ക്കാം. ഇത് ഗ്രേവി തയ്യാറാക്കാനുള്ളത് ഞാൻ ചൂടാക്കി. നമുക്കിതിലേക്ക് സവാള ഇടാം. സവാളയല്ല, കൊച്ചുള്ളി ഇച്ചിരി വഴലുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടാം. ഈ കറിക്ക് നമ്മൾ മുളക് പൊടി ഇടത്തില്ല. അതിന് പകരം നമുക്ക് എരിക്ക് നമ്മൾ ഇടുന്നത് പച്ചമുളകും കുരുമുളക് പൊടിയുമാണ്. വെളുത്തുള്ളി ഇടാം.
ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പറ്റിയ ഉണക്കമീൻ കറിക്കുള്ളത് നമുക്ക് ശരിയാക്കി തുടങ്ങാം. സവാള വഴറ്റണം. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മൾ പ്രഷർ കുക്കറിലിട്ടൊന്ന് അടിച്ചിട്ട് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. കൊച്ചുള്ളി നല്ലൊരു വഴന്ന് നമുക്ക് വെളുത്തുള്ളി ഇടാം. കീറി വെച്ച പച്ചമുളക്. ഇത് വരണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇച്ചിരി മസാല ഇടാം. നമ്മൾ മുമ്പേ അരച്ച് തേങ്ങാപ്പാലിൽ അരച്ച് മല്ലിപ്പൊടി, വെളുത്തുള്ളി പിന്നെ കൊച്ചുള്ളിയും കൂടെ അരച്ചാണിത്. തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിടാം, അല്ലെങ്കിൽ ബേൺ ആയി കഴിഞ്ഞാൽ പോവും. നമുക്കാണെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി ഉപ്പിടാം. മീനൂടെ ഇടാം നമുക്കിനി ഇതിനകത്തോട്ട്. നമുക്കിച്ചിരി കുടംപുള്ളി ഇടാം. ഈ മീൻകറി നമുക്ക് കുക്ക് ചെയ്യാൻ ഇപ്പുറത്തെ സ്റ്റൗവിലോട്ട് വെക്കാം. അപ്പോഴത്തേക്ക് ഇവിടേക്ക് നമുക്ക് ഉണക്കമീനുള്ള തുടങ്ങാം. സവാള ഇട്ടു, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടു. ഇപ്പോൾ സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു. നമുക്കൊന്നുകൂടി ഇടാം ഒരു എരിക്ക് വേണ്ടി. ഒരു ഹാഫ് ടൊമാറ്റോയും കൂടെ ഞാൻ ഇട്ടു. ഇത് നമുക്കൊരു പ്രഷർ കുക്ക് ചെയ്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റും. ഇത് വറ്റി നമുക്ക് ഇതിനകത്ത് തലപ്പാലൂടെ ചേർക്കാം. നമ്മുടെ ആണെങ്കിൽ പച്ചമീൻ്റെ കറി റെഡിയായി കഴിഞ്ഞ് നമുക്ക് ഇനി ഇത് ഉണക്കമീൻ കട്ട് ചെയ്യാം. ഇതെന്തത്? സ്റ്റൂ പോലെ ഫിഷ് മോളിയാണോ? ഇനി ഇതിലെന്തെങ്കിലും ചേർക്കാനുണ്ടോ? ഇല്ല, കഴിഞ്ഞോ? കുടംപുളിയൊക്കെ കിട്ടും. കുടംപുളിയൊക്കെ ടൊമാറ്റോ. പിന്നെ അതിൻ്റെ ഉണക്കമീൻ എന്ത് ചെയ്യാം? ഉണക്കമീനാണെങ്കിൽ ഷാഹി പനീർ പോലെ എന്തോ സവാളയും ഒക്കെ വഴറ്റിയിട്ട് പ്രഷർ കുക്കർ ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിലോട്ട് എണ്ണയെ വഴറ്റിയിട്ട് നമ്മൾ ഫിഷും പിന്നെ ക്രീമും കൂടെ അവസാനം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇത് ഇല്ല, നോക്കിയിട്ടില്ല. ആദ്യമായിട്ട്. ഉണക്കമീനിനെ കുറിച്ച് നല്ല ധാരണ വേണം. ഭയങ്കര സോൾട്ടിയാണ്. കുറേ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചല്ലോ. ഉണക്കമീൻ ചെയ്തിട്ടുണ്ടോ ഇതിന് മുന്നേ? ഇല്ല, ആദ്യം. അതിനൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ടേസ്റ്റ് അതുമായിട്ട് യോജിച്ച് വരുന്നു ഉണക്കമീനിന്. ഉണക്കമീൻ എപ്പോഴും ഒന്നുകിലൊരു വറുവല് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ നാടനിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ. മാം പറഞ്ഞു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറുമായിട്ട് ഈ ഉണക്കമീൻ പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് നാടൻ കറി തന്നെ നോക്കാം. ഇനി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് അരിയുവാണ്. ഉണക്കമീൻ കൊണ്ടൊരു വറ്റൽ പോലെ ഉണ്ടാക്കാം. അതിന് ആദ്യം നമുക്ക് ഇച്ചിരി വറ്റൽ മുളകൊന്ന് വറുത്തെടുക്കാം, ഇച്ചിരി ലൈറ്റായിട്ട്. വറ്റൽ മുളകായി. നമുക്കിനി ഇത് അടുത്തത് കൊച്ചുള്ളി ഇടാം, ഇഞ്ചി ഇടാം, ഇത് വഴന്ന് തുടങ്ങി. നമുക്കിനി ഇതുകൂടെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മീനൂടെ ലൈറ്റായിട്ടൊന്ന് വറുത്തിങ്ങെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അരയ്ക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. വറ്റൽ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഉണക്കമീൻ്റെ വറ്റൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഫിഷ് മോളിയിലേക്ക് ഇച്ചിരി കടുക് വറുത്തതും ഒരു കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് മീൻകറിയിലേക്ക് അങ്ങ് ഒഴിക്കാം. മീൻകറി റെഡിയായി. നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഉണക്കമീൻ വറ്റലും ഫിഷ് മോളിയും റെഡി ആയിട്ടുണ്ട്. ഫിഷ് മോളി ഇച്ചിരി തിക്കായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് രണ്ടാം പാൽ പിരിയാൻ നേരം ഇച്ചിരി സ്ട്രെയിനറിൽ കൂടി ഇട്ടായിരുന്നെങ്കിൽ ഇച്ചിരി ക്ലിയർ ആയേനെ. നമുക്കിനി ജഡ്ജ്മെൻറ്റിന് കൊടുക്കുമ്പോൾ അറിയാം എന്താണ് ഇതിൻ്റെ ഇത്. അപ്പോൾ രണ്ട് വിഭവങ്ങളും കണ്ടു. ഇനി സ്വാദം.
കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഫിഷ് മോളി നമ്മൾ യൂഷ്വൽ ഒരു പാറ്റേണിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഫിഷ് മോളിയുടേതായ ഒരു രുചിയല്ല, വ്യത്യാസമുള്ളൊരു കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഫിഷ് മോളിയുടെ ടേസ്റ്റ് വന്നിട്ടില്ല, നോർമൽ ഫിഷ് മോളിയുടെ ടേസ്റ്റ് വന്നിട്ടില്ല. പക്ഷേ നല്ല സ്വാദമുള്ളൊരു കറി തന്നെയാണ് ഫിഷിൻ്റെ. ഓക്കെ, ആൻഡ് ഉണക്കമീനും ഇച്ചിരി ഉപ്പ് ഏറി നിൽക്കുന്നത്. കാര്യം ഉണക്കമീനാണല്ലോ എന്തായാലും ഉപ്പിട്ടില്ല, ഉപ്പിടാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടെ കൂട്ടിയിരുന്നെങ്കിൽ എരിവ് കറക്റ്റാണ്. ഒരു പക്ഷേ സവാളയൊക്കെ കുറച്ച് അല്ലെങ്കിൽ ചെറിയ ഉള്ളി എന്തെങ്കിലും കുറച്ചുകൂടെയൊക്കെ കൂട്ടുകയറി ചേർക്കാം. ഒരു ലേശം പൊടിയായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ, വേണമെങ്കിൽ. കുഴപ്പമില്ല.